നമുക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ DNB ഹാൾ നവീകരണത്തിൽ ക്രമക്കേട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വിശദമായ അന്വേഷണം വേണമെന്ന പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശ ഉന്നത ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം നമുക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബീച്ച് ആശുപത്രിയിലെ DNB ഹാളിലെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. DNB ഹാൾ നവീകരണത്തിൽ വ്യാപക അഴിമതി നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കഴിഞ്ഞ മെയ്യിൽ മിന്നൽ പരിശോധന നടത്തിയത്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയുടെ കോഴിക്കോട് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് തുക അനുവദിച്ചതിലടക്കം ചട്ടലംഘനം കണ്ടെത്തിയത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. മെഷർമെന്റ് ബുക്കിൽ ഹാൾ പൊളിക്കുന്നതിന് മുമ്പുള്ള അളവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. തടി, ജനൽ ഫ്രെയിമുകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവ പഴയത് തന്നെ നിലനിർത്തിയപ്പോൾ മെഷർമെന്റ് ബുക്കിൽ പുതിയത് സ്ഥാപിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഷർമെന്റ് ബുക്കിൽ പറയുന്നത് പോലെ ഉയർന്ന നിലവാരമുള്ള കണ്ണാടികളല്ല ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിലും ഗുണനിലവാരമില്ല. ഇത്തരം നിർമ്മാണങ്ങൾക്ക് തുക മുൻകൂർ നൽകരുതെന്നാണ് ചട്ടമെങ്കിലും നിർമ്മിതി കേന്ദ്രയുടെ അക്കൗണ്ടിലേക്ക് പണം മുൻകൂർ കൈമാറിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഇറക്കിയ ഉത്തരവുകളും ട്രഷറി ബില്ലുകളും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രഥമദൃഷ്ട്യാ 7 ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇതിനായി കൂടുതൽ അന്വേഷണം വേണമെന്നും ഉന്നത അധികാരികളുടെ അനുമതി വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൃത്യമായി 7 ക്രമക്കേടുകൾ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരമേഖലാ സൂപ്രണ്ടിന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ട്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ആശുപത്രി വികസന സമിതി അടക്കം ഉത്തരം പറയേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥർ ബോധപൂർവം തുടരന്വേഷണം മരവിപ്പിച്ചതായാണ് സൂചന. സാമ്പത്തികമായി ഗുരുതരമായ ക്രമക്കേടാണ് ബീച്ച് ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഉന്നത അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് പുകഴ്ത്തുന്നത് ആരാണ്? ഇതിൽ നടപടിയെടുക്കേണ്ട ആരോഗ്യ വകുപ്പും കണ്ണടച്ച മട്ടാണ് കാണുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.